ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് വീണ്ടും നമുക്ക് അതേ വിഷയവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ദൈവം നൽകുന്ന അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളതിന് ആധാരമായി വായിച്ചിരിക്കുന്നത് 1 കൊരിന്ത്യർ 10 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അവിടെ ശരിക്കും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൻ്റെ പരിമിതികളെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് എല്ലാം ചെയ്തിട്ടും അവർ ദൈവത്തെ എങ്ങനെ പരിമിതപ്പെടുത്തി, അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ അവർ അനുസരിച്ചില്ല, അതുകൊണ്ട് അവർക്കുണ്ടായ പ്രതിസന്ധി എന്തായിരുന്നു എന്നുള്ളത് നമ്മളവിടെ കാണുകയാണ്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിയാതിരിക്കരുത്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായ കാര്യം അവിടെ പറയുന്നത്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിയാതിരിക്കരുത്. അതുകൊണ്ട് വലിയൊരു വാർണിംഗ് നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നമ്മൾ ജീവിച്ചാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ജഡത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിച്ചാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ലോകത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ. അതായത് ദൈവം ഒരു സെലസ് ആയിട്ടുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് ദൈവം പലതിൻ്റെ കൂട്ടത്തിലിരിക്കാനായിട്ട് ഒരിക്കലും തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ സ്നേഹിക്കുന്നതിന് ദൈവത്തിൻ്റെ ദാസനായിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ പറയുന്ന വാക്ക്, ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഒന്നുകൂടെ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്നതൊരു എൻ്റർപ്രൈസ് ആയിട്ട്, ഒരു ബിസിനസ്സായിട്ട് വന്നിരിക്കുമ്പോൾ ശരിക്കും എന്താണ് ബിസിനസ്സിൻ്റെ പ്രത്യേകത? ബിസിനസ്സിൻ്റെ പ്രത്യേകത എനിക്കും കൂടെ ലാഭം എന്തെങ്കിലും കിട്ടണം. അങ്ങനെ എന്തെങ്കിലും കിട്ടണമെന്നുള്ള താല്പര്യത്തോടെയും ലക്ഷ്യത്തോടെയും കൂടെ മാത്രം, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച് നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹാർലട്രിയാണ്. അതിന് വ്യഭിചാരം എന്നാണ് പറയേണ്ടത്. കാര്യം നമ്മൾ പ്രതീക്ഷിച്ച്. അതുകൊണ്ട് അൺഫെയ്ത്ത്ഫുൾ ക്രീച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. വ്യഭിചാരിണിയായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ലയോ? എന്തുകൊണ്ട്? നിങ്ങളുടെ റിയൽ ഭർത്താവ് ആരാണ്? യേശുവാണ്. ആ യേശുവിൻ്റെ കൂടെ നടക്കുകയും അതേസമയം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വാസ്തവത്തിൽ എന്ത് ചെയ്യുകയാണ്? കർത്താവിനോട്, യേശുവിനോട് വ്യഭിചാരം ചെയ്യുകയാണ്. അവൻ നമ്മുടെ മണവാളനല്ല. മണവാളനാണെങ്കിൽ മണവാളൻ മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പല സമയത്ത് ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഡിവോഷൻ, ആ ഫെയ്ത്ത്ഫുൾനെസ് അതുണ്ടാകാതിരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും നമ്മൾ ദൈവത്തോടുള്ള ആ ഫെയ്ത്ത്ഫുൾനെസ് നമ്മൾ സൂക്ഷിക്കണം. വിശുദ്ധീകരണം സൂക്ഷിക്കണം. ഞാനിതിൽ പറഞ്ഞു നിർത്തിയ കാര്യം നിങ്ങൾ ഓർക്കണം. ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ, ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. വിശുദ്ധീകരണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പടിയാണെന്ത്? വിശുദ്ധീകരണം. സാൽവേഷനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സൊറ്റീരിയോളജി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ പദമുണ്ട്. ഞാൻ സാധാരണ പറയുമ്പോഴെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ സാൽവേഷൻ ഒരു 3 തരത്തിലാണെന്ന് എപ്പോഴും പറയാം. ഒരു 3 ഫേസ് ഉണ്ട്. ആദ്യത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു മുറിക്ക് പുറത്ത് നമ്മളെ ഓടിച്ചിട്ട് കടിക്കാൻ ഒരു പേപ്പട്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ കഥ തുറന്നകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാസ്തവത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ മുറിയിൽ വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചെങ്കിലും ക്രിസ്തുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കണം. എവറി ഡോർ, ജസ്റ്റിഫിക്കേഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡോർ. ഒരു ഡോർ പോലെയാണ്. ആൻഡ് എവറി ഡോർ ലീഡ്സ് ടു എ പാത്ത്. ഒരു ഡോറും ഭിത്തിയിലേക്കല്ല തുറക്കുന്നത്. ഒരു ഡോർ തുറക്കുന്നത് ഒരു മുറിയാണെങ്കിൽ പോലും ഒരു വഴിയിലേക്കാണ്. അതെന്ത് വഴിയാണ്? ശുദ്ധീകരണത്തിൻ്റെ വഴിയാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നടന്ന്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മുറിയുടെ ഈ മൂലയിൽ ഇവിടെ ഒരു 10,000 വാട്ട്സിൻ്റെ വലിയ പ്രകാശം ഉണ്ടെങ്കിലും ഇവിടുന്ന് 100 മീറ്റർ അകലെ ആണ് ഈ മുറിയുടെ അങ്ങേയറ്റമെങ്കിൽ മുറിക്കകത്ത് കയറിയാൽ വെളിച്ചത്തിലേക്ക് കയറുമെന്ന് പറയാം. പക്ഷേ എപ്പോഴാണ് നമ്മൾ ശരിക്കും പ്രകാശത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ പ്രകാശം വർദ്ധിക്കുകയാണ്. അത് ദൂരെ നിൽക്കുമ്പോൾ നമ്മളൊരു പക്ഷേ നമ്മളുടെ ജീവിതത്തിലെ തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് എൻ്റെ ഷർട്ടിൽ ഇതൊരു വെള്ള ഷർട്ടാണ്, അതിനകത്ത് ചിലപ്പോൾ ഉണ്ട്, ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പൊടിയുണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ വെട്ടം ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദൂരെ വെളിച്ചം കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് കാണാനായിട്ട് കഴിയത്തില്ല. ഇതുപോലെ യേശു കർത്താവിൻ്റെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആരും നമ്മുടെ പാപങ്ങളും നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മളുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. എപ്പോഴാണ് നമ്മൾ ഓരോ ദിവസവും പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ എത്ര നികൃഷ്ടരാണെന്നുള്ളത്. രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അല്ല നമുക്ക് തോന്നുന്നത് എത്ര നികൃഷ്ടരാണെന്ന്. എപ്പോഴാണ്? കർത്താവിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോഴാണ്, അല്ലേ? അങ്ങനെ നടന്നെടുക്കാത്തവരാണ്, കർത്താവിൻ്റെ വെളിച്ചത്തോട് അടുക്കാത്തവരാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത്. നമ്മുടെ സാക്ഷ്യങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും പറയുമല്ലോ, എന്താണ്? ദൈവത്തിൻ്റെ കരുണയാൽ കഴിഞ്ഞ നാളുകളിൽ വിശ്വസ്തയോടും നീതിയോടും കൂടെ അവനെ പിൻപറ്റുവാനൊക്കെ വന്നു എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവൻ്റെ വിശ്വസ്തയും കണ്ടിട്ടില്ല, അവൻ്റെ നീതിയും കണ്ടിട്ടില്ലെന്നുള്ളതാണ്. അവൻ്റെ നീതിയൊക്കെ അറിയുമ്പോൾ ആണ് നമ്മൾ അറിയുന്നത് നമ്മൾ എത്ര നികൃഷ്ടരായ ജനങ്ങളാണെന്നുള്ളത്. അതെങ്ങനെയാണ് അറിയുന്നത്?
അവനോട് അടുക്കുമ്പോൾ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവനോട് നമ്മൾ അടുക്കും തോറും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി അവൻ്റെ അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ഈ സാൽവേഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേതിനെ കുറിച്ച് നോർമലി വി സേ ഇറ്റ് ഈസ് പൊസിഷണൽ സാൽവേഷൻ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇലക്ട്രിക് ചെയറിലിരിക്കുന്ന ഒരുത്തൻ അടുത്ത നിമിഷം എപ്പോഴാണെന്ന് അറിയത്തില്ല മരിക്കുന്നത്. ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവൻ ഭസ്മമായി പോകുന്നൊരു സ്റ്റേജ്. ഇതുപോലെ നിത്യ നരകത്തിൻ്റെ ഇലക്ട്രിക് ചെയറിൽ എപ്പോഴാണ് സ്വിച്ച് ഇടുന്നതെന്നുള്ള പേടിച്ചിരിക്കുന്ന ഒരു സ്ഥാനത്ത് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെ വന്നിട്ട് ഈ ഇലക്ട്രിക് ചെയറിൽ നിന്ന് മാറ്റി നമ്മളെ സ്വർഗ്ഗ സിംഹാസനങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാണ് വാസ്തവത്തിൽ നമ്മുടെ ജസ്റ്റിഫിക്കേഷനിൽ നടക്കുന്നത്. ഒരു പൊസിഷണൽ സാൽവേഷനാണ്. പൊസിഷൻ മാറുകയാണ്. ഇലക്ട്രിക് ചെയറിൽ നിന്ന് നേരെ എങ്ങോട്ട് മാറി? സ്വർഗ്ഗസിംഹാസനത്തിലേക്ക് മാറി. എന്നാൽ അങ്ങനെ നീതീകരിക്കപ്പെട്ട വ്യക്തിയുടെ വിശുദ്ധീകരണത്തിലേക്കുള്ള യാത്രയെ വിളിക്കുന്നത് ദ പ്രോസസ് ഓഫ് സാൽവേഷൻ എന്നാണ്. രക്ഷയുടെ ഒരു പ്രക്രിയ. അവൻ വീണ്ടും രക്ഷയിലേക്ക് അവൻ നടന്നെടുക്കുകയാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുമ്പോൾ അതാണ് പെർഫെക്റ്റ് സാൽവേഷൻ എന്ന് പറയുന്നത്. സോ ലൈഫ് സ്റ്റാർട്ട്സ് വിത്ത് എ പൊസിഷണൽ സാൽവേഷൻ ആൻഡ് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് സാൽവേഷൻ ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് സാൽവേഷൻ. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം പൊസിഷണൽ സാൽവേഷനിൽ നമ്മളങ്ങ് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഏതാണെങ്കിലും പേപ്പട്ടി പുറത്താണല്ലോ ബ്രദറെ, നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ പറയുമല്ലോ, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനാണ് ഞാൻ, ഇവിടെ കാണാം അങ്ങ് ഇരുന്നോളാം, എനിക്ക് അകത്തോട്ട് ഒന്നും കയറാനൊന്നും വയ്യ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അതല്ല, കർത്താവ് നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ഒന്നാണ് ഒരു പെർഫെക്റ്റ് സാൽവേഷനിലേക്കുള്ള ഒരു നിരന്തരമായ യാത്ര. അതുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു കാര്യം, അത് തന്നെ പ്രയാസമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തോട് നടക്കണമെങ്കിൽ വെറുതെ അങ്ങ് നടക്കാൻ പറ്റത്തില്ല. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുന്നത് എങ്ങനെ? കർത്താവിനോട് യോജിക്കുന്ന ഒരാൾക്ക് മാത്രമേ കർത്താവിനോട് ചേർന്ന് നടക്കാൻ പറ്റുള്ളൂ. ദൈവം നമ്മളോട് നടക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കരുണ കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? അവൻ്റെ സ്വഭാവത്തോട് അനുരൂപരായിക്കൊണ്ട് വേണം നമ്മൾ അവന് യോജിക്കുന്ന നിലയിൽ അവന് യോജിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതം കൊണ്ടാണ് അവന് പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിച്ചുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത് ഒരു കാര്യം, അതിന് തന്നെ എഫർട്ട് ആവശ്യമാണ്. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രയാസമാണ്, അല്ലേ? പലപ്പോഴും നമ്മുടെ കമ്പനികളിലും മറ്റുള്ള അല്ലെങ്കിൽ വീടുകളിലാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ പിള്ളേരല്ലയോ, ചിലപ്പോൾ അങ്ങ് ജീവിക്കും. പക്ഷേ ഇവന്മാർ ഉള്ള തോന്നിവാസങ്ങളും തല്ലിപ്പൊളിത്തരങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും പിന്നെ താമസിക്കുന്നത് വീട്ടിലാണെന്ന് ചോദിച്ചായിരിക്കും. പക്ഷേ അപ്പനെയും അമ്മയും പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം വേറെയാണ്. മറ്റേത് ചെറുക്കൻ എപ്പോഴാണ് കയറി വരുന്നത്, അവന് എന്ന് ചിന്തിച്ചായിരിക്കും. അതായത് മോന അല്ലേ, അതുകൊണ്ട് പിന്നെ പുറത്തിറക്കി വിടാൻ വയ്യാത്തൊരു സ്റ്റേജിലായിരിക്കും. താമസിക്കുന്ന ആരോടാണെന്ന് ചോദിച്ചാൽ അപ്പൻ്റെ കൂടായിരിക്കും. പക്ഷേ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അല്ല. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ദൈവത്തോട് നടന്നും തന്നെയല്ല, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അവിടെ 7-ാം വാക്യത്തിൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കാണ്. ഞാൻ വായിക്കാം, നോക്കുക. ഈ വാക്യം വളരെ പ്രസക്തമാണ്. ഇത് തന്നെ വലിയ ഒരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ, ഒരൊറ്റ വാക്ക് തന്നെ. അതായത് ദൈവം നമ്മളെ വിളിച്ച് എന്തിനു വേണ്ടിയല്ല? അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാണ് അവൻ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടി വിളിച്ചു എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം.